മനുഷ്യനിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു വികാരമാണ് ദേഷ്യം, കോപം എന്ന് പറയുന്നത്. പക്ഷേ ഇസ്ലാം പഠിപ്പിക്കുന്നത് ദേഷ്യം വരാതിരിക്കുക, ദേഷ്യത്തെ വരുത്താതിരിക്കുക എന്നതാണ്. മാത്രമല്ല, ദേഷ്യം വരുന്ന സമയത്ത് അതിനെ നിയന്ത്രിക്കാൻ പഠിക്കണമെന്നും ഇസ്ലാം വളരെ കർശനമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഈ നിയന്ത്രണമില്ലാത്ത തരത്തിൽ ദേഷ്യം പിടിക്കുക എന്നുള്ളത് കുടുംബത്തെയും ബന്ധങ്ങളെയുമൊക്കെ, പ്രത്യേകിച്ച് ദീനുൽ ഇസ്ലാമുമായിട്ടുള്ള ആത്മീയ കണക്ഷൻ വരെ അത് മുറിച്ചു കളയും, നശിപ്പിച്ചു കളയും. വിശുദ്ധമായ ഖുർആൻ ഈ പറയപ്പെടുന്ന ദേശത്ത് കടിച്ചു പിടിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്, വൽകാളിമീനൽ ഗൈള് വൽആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ദേഷ്യം വരുന്ന സമയത്ത് കോപത്തെ അടക്കി വെക്കുന്നവരും, മനുഷ്യർക്ക് മാപ്പ് കൊടുത്തുകൊണ്ട് മാപ്പ്, ജനങ്ങളോടുള്ള ദേഷ്യം ഒക്കെ ഉണ്ട്, മനസ്സിൽ വിരോധമൊക്കെയുണ്ട്, വൈരാഗ്യമൊക്കെയുണ്ട്. പക്ഷേ അവർക്ക് മാപ്പൊക്കെ കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ചെയ്യുന്നതാണ് സൽപ്രവർത്തനം, അവരാണ് നല്ല പ്രവർത്തകർ. അള്ളാഹു അത്തരം നന്മകൾ ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്ന് സൂറത്ത് ആൽ ഇമ്രാനിൽ 134-ാമത്തെ അധ്യായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ദേഷ്യം വരിക എന്നുള്ളത് വലിയ തെറ്റൊന്നുമല്ല. പക്ഷേ ദേഷ്യം വരുന്ന സമയത്ത് അതിനടക്കി വെക്കുക എന്നുള്ളതിൻ്റെ മഹത്വമാണ്, അതിലാണ് മഹത്വം കിടക്കുന്നത്. ദേഷ്യം വരുമ്പോൾ അതിനടക്കി വെക്കുക. കോപം വരിക എന്നുള്ളത് ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വാഭാവികമായിട്ട് വരും. ഏറ്റവും ഉയർന്നമായിട്ടുള്ള, ഏറ്റവും ഉന്നതമായിട്ടുള്ള നടപടി എന്ന് പറയുന്നത്, പ്രവർത്തനം എന്ന് പറയുന്നത്, ദേഷ്യമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ അത്തരം സാഹചര്യത്തിൽ മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഫമൻ അഫ വ അസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ് എന്ന് സൂറത്ത് ശൂറയിൽ കാണാൻ പറ്റും. ഒരാൾ മാപ്പ് കൊടുത്തു, ദേഷ്യം പിടിക്കാതെ മാപ്പ് കൊടുത്തു, അവനോടുള്ള, ശത്രുവിനോടുള്ള ബന്ധം നന്നാക്കിയാൽ അവൻ്റെ പ്രവർത്തനത്തിൻ്റെ ആ ഒരു പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്തരവാദിത്തത്തിലാണ്. അല്ലാഹു അത് കൃത്യമായിട്ട് കൊടുക്കും. അല്ലാഹു ഒരിക്കലും അതിൽ കളങ്കം വരുത്തില്ല. മനുഷ്യർ മനസ്സിലാക്കേണ്ടത് മനുഷ്യരെയാണല്ലോ, മനുഷ്യനൊരു മൃഗമൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മെ മനസ്സിലാക്കാതിരിക്കാം, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാണുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ്റെ വൈകാരികമായിട്ടുള്ള ഈ കോപത്തെ നമ്മളൊക്കെ മനസ്സിലാക്കണം. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ ഉപദേശം ചോദിച്ചു കൊണ്ടുവന്നപ്പോൾ, എനിക്കെന്തെങ്കിലും ഒരു ഉപദേശം തരുമോ എന്ന് ചോദിച്ചപ്പോൾ, ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിക്ക് കൊടുത്ത ഉപദേശം ലാ തഅലബ് എന്നാണ്, ദേഷ്യപ്പെടരുത്. അയാൾ വീണ്ടും ചോദിച്ചു, റസൂലേ എനിക്കൊരു നസീഹത്ത് തരണം, ഉപദേശം തരണം, വസിയത്ത് തരണം. റസൂൽ വീണ്ടും പറഞ്ഞത് ലാ തഅലബ്, നീ ദേഷ്യം പിടിക്കരുത് എന്നാണ്. പലതവണ ചോദിച്ചപ്പോഴും, ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, പലതവണ ചോദിച്ചപ്പോഴും ലാ തഅലബ് എന്നാണ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കാരണം അനേകം പാപങ്ങളുടെ വാതിൽ തുറക്കുന്നത് നിയന്ത്രിക്കാൻ കഴിയാത്ത കോപമാണ് എന്നതാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. മാത്രമല്ല, കഴിഞ്ഞ വീഡിയോയിലേക്ക് പറഞ്ഞിട്ടുണ്ട്, യഥാർത്ഥത്തിൽ കുസ്തിയിൽ വിജയിക്കുന്നവനല്ല ശക്തൻ, മറിച്ച് ഇന്നമ ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ അളബ്. ദേഷ്യം പിടിക്കുന്ന സമയത്ത് മനസ്സിനെ പിടിച്ചു വെക്കാൻ പറ്റണം. മറ്റുള്ളവനെ തരം താഴ്ത്താൻ വേണ്ടിയിട്ടോ മലർത്തിയടിക്കാൻ വേണ്ടിയിട്ടോ അവനെ പിടിക്കാനോ ദേഷ്യം തുറന്നുകൊണ്ട് അവനോടൊരു പക വീട്ടാനൊക്കെ നമുക്ക് പറ്റിയേക്കാം. യഥാർത്ഥത്തിലുള്ള കുസ്തിയിൽ വിജയിക്കുന്നവനല്ലേ യഥാർത്ഥത്തിലുള്ള ശക്തൻ എന്ന് പറയുന്നത്. സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ്, അവനാണ് യഥാർത്ഥ ശക്തനെന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദേഷ്യം പിടിക്കുന്ന സമയത്തൊക്കെ ഒരു വ്യക്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വളരെ ദേഷ്യപ്പെട്ടു. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈ ദിക്ർ ചൊല്ലുമായിരുന്നുവെങ്കിൽ അവൻ്റെ ദേഷ്യം മാറുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ള ആ ഒരു ദിക്ർ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നാണ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ദേശത്തിൻ്റെ തീജ്വാലയിൽ ശൈത്താൻ്റെ ഇടപെടലുണ്ടെന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ല, ഈ ഹദീസിൽ ദേശം പഠിക്കുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചു. ദേഷ്യം പിടിക്കുമ്പോൾ ശൈത്താനാണ് കളിക്കുന്നത്. അതുകൊണ്ട് ശൈത്താൻ്റെ ഇടപെടൽ തീർക്കണമെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്ന ആ ദിക്ർ ചൊല്ലണം. മാത്രമല്ല, നിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ഇരിക്കണമെന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഒരാൾ ദേഷ്യപ്പെട്ടാൽ അവൻ നിൽക്കുകയാണെങ്കിൽ ഇരിക്കട്ടെ എന്നും മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും ദേഷ്യം പോയില്ലെങ്കിൽ പോയി കിടക്കട്ടെ എന്നും ഹദീസിൽ കാണാൻ പറ്റും. സുനൻ അബൂ ദാവൂദിൽ നമുക്കിത് കാണാൻ പറ്റും. ശരീരത്തിൻ്റെ നിലപാട് മാറ്റുമ്പോൾ മനസ്സ് ശാന്തമാകാൻ തുടങ്ങും. ദേഷ്യം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നിന്ന് ഒന്നങ്ങോട്ട് മാറി നിന്നാൽ മനുഷ്യൻ്റെ മനസ്സ് ശാന്തമാകുമെന്നാണ്. അതാണ് ഫിലോസഫിയും സൈക്കോളജിയൊക്കെ പറയുന്നത്. മറ്റൊന്ന്, ദേഷ്യം ഇങ്ങനെ കൂടുന്നുണ്ടെങ്കിൽ പോയി വുദു എടുക്കുക. ദേഷ്യം ശൈത്താനിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് ശൈത്വാൻ
തീയിൽ നിന്നാണല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് ഈ തീയിനെ വെള്ളം കൊണ്ട് കെടുത്താൻ പറ്റും. അതിനാൽ ദേഷ്യം വരുമ്പോൾ വുദൂ എടുക്കണേ എന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് സുനൻ അബീ ദാവൂദിൽ നമുക്ക് കാണാൻ പറ്റും. ശൈത്വാൻ്റെ ആ ഒരു ചൂടായ ദേഷ്യം, ആ ദേശത്തെ തണുപ്പിക്കാൻ വുദൂഇന് സാധിക്കുമെന്നാണ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം ത്വായിഫിൽ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ ആളുകളൊക്കെ കല്ലെറിഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമേനിയിൽ നിന്ന് രക്തം വാർന്നു. വളരെ അവശനായ ഒരു അവസ്ഥയിലേക്ക് റസൂലാക്കി തീർത്തല്ലോ. ഈ സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദുൽ അംലാഖായിട്ടുള്ള ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ടു ഈ ജനതയെ ഈ കാണുന്ന മലകൾക്കുള്ളിലായിട്ട് ഞെരിച്ചു കളയട്ടെ, നശിപ്പിക്കട്ടെ എന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റസൂലിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ജിബ്രീലിനോട് പറയുന്നുണ്ട്, വേണ്ട, ഇവരുടെ പരമ്പരയിൽ നിന്നും അള്ളാഹുവിനെ ആരാധിക്കുന്നവർ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതൊരു സാധാരണ മനുഷ്യൻ്റെ ക്ഷമയല്ല, ഹൃദയത്തിൻ്റെ മഹത്വമാണ്. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന് ആ ഒരു സമുദായത്തോട് കോപം കാണിക്കാമായിരുന്നു, ദേഷ്യം കാണിക്കാമായിരുന്നു. കാരണം അത്രക്കും പ്രതിസന്ധിയൊക്കെ അനുഭവിക്കുന്ന മക്കയിലടക്കം പ്രതിസന്ധി അനുഭവിക്കുന്ന സമയത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിലേക്ക് പോയത്. അവിടുന്ന് തൻ്റെ കുടുംബക്കാർ തന്നെ ഇത്തരത്തിലുള്ള ഒരു റസൂലിനെ വേദനിപ്പിക്കുന്ന രൂപത്തിലേക്ക് ബുദ്ധിമുട്ടാക്കിയ സമയത്ത് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചടിച്ചില്ല എന്നാണ് പറയുന്നത്. പ്രാർത്ഥിക്കാമായിരുന്നല്ലോ. ഒരു നബിയെ ഒരു നാട്ടുകാർ, സ്വന്തം സമുദായക്കാർ ബുദ്ധിമുട്ടാക്കുമ്പോൾ അവരെ നശിപ്പിക്കാതെ ഒരു കൗമും കടന്നു പോയിട്ടില്ല എന്നല്ലേ. ബഹുമാനപ്പെട്ട സ്വാലീഹ് നബിയുടെ സമുദായത്തിൻ്റെ അവസ്ഥ നോക്കൂ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ദേഷ്യം പിടിപ്പിച്ചു, സങ്കടപ്പെടുത്തി. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മത്തിൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. ചരിത്രം പരിശോധിച്ചാൽ വെള്ളപ്പൊക്കം പോലത്തെയിലൊക്കെ പെട്ടുകൊണ്ട് അവരൊക്കെ നശിപ്പിക്കപ്പെട്ടു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണമെങ്കിൽ ത്വായിഫിലെ ജനങ്ങൾക്ക് എതിരെയായിട്ട് പ്രാർത്ഥിക്കാമായിരുന്നു. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷമിച്ചു. ഇതെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് ഈ ദേഷ്യമെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് തിരിച്ചടിക്കാനൊക്കെ തോന്നും. ദേഷ്യം വരുമ്പോൾ തിരിച്ചടിക്കാൻ തോന്നും, തിരിച്ചു പറയണം, അതിലും കടുപ്പത്തിൽ പ്രതികരിക്കണം, ഞാൻ ദുർബലനല്ല എന്ന് തെളിയിക്കണം. ഇതൊക്കെയാണ് ദേഷ്യം പിടിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ വരാറുള്ളത്. മനസ്സിലിങ്ങനെ പറയും, തിരിച്ചടിക്കണം, അവനോട് ഇതിനേക്കാളും കടുപ്പത്തിൽ പ്രതിരോധിക്കണം എന്നൊക്കെ മനസ്സ് പറയും. പക്ഷേ ആ നിമിഷങ്ങളിൽ ചിന്തിക്കേണ്ടത്, ഞാനിപ്പോൾ പ്രതികരിച്ചാൽ എനിക്കെന്താണ് കിട്ടുന്നത്? എനിക്ക് ഈ പ്രതികരണത്തിൽ നിന്നും അവനോട് തിരിച്ചടിക്കുമ്പോൾ എനിക്കെന്ത് കിട്ടും? കുറഞ്ഞ നിമിഷത്തൊരാശ്വാസമാണ്. പിന്നെ ഒരു കുറ്റബോധം വരും ചെയ്യും. ഒരുപക്ഷെ ബന്ധങ്ങൾ തകർന്നു പോകാം. മാത്രമല്ല ഈ പാപം, ഈ ദേഷ്യം പിടിക്കൽ മുഖാന്തരമുള്ള പാപങ്ങൾ നമുക്ക് കുറ്റങ്ങളായിട്ട് കിട്ടില്ലേ? നമുക്കതിൽ ടെൻഷൻ അടിച്ചുകൊണ്ട് മനസ്സമാധാനം പോകില്ലേ? പക്ഷേ ദേഷ്യത്തെ നിയന്ത്രിച്ചാലോ അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കും, ആത്മാഭിമാനം ഉയരും. മറ്റുള്ളവൻ എന്ത് പ്രതികരിച്ചിട്ടും സ്വന്തം അഭിമാനം കളഞ്ഞില്ല എന്നുള്ള ഒരു ആത്മാഭിമാനം ലഭിക്കില്ലേ? പിന്നീട് കേൾക്കേണ്ടി വരില്ല. ആളുകൾ നമ്മെ ബഹുമാനിക്കും. ഇത്തരത്തിൽ നമ്മൾ ദേഷ്യത്തെ വളരെ കടിഞ്ഞാണോടുകൂടി പിടിച്ചു നിന്നാൽ നേട്ടം മാത്രമേ ഉള്ളൂ. സലഫ് സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ യുദ്ധത്തിൽ ശത്രുവിനെ കീഴടക്കിയിട്ട് അയാളുടെ ജീവൻ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അയാളെ വെട്ടാൻ വേണ്ടി തുനിഞ്ഞ സമയത്ത് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ മുഖത്തേക്ക് തുപ്പിയെന്നാണ്. പക്ഷേ ബഹുമാനപ്പെട്ടവർ ആ സമയത്ത് അയാളെ തിരിച്ച് ആക്രമിക്കാതെ അയാളെ വെറുതെ വിട്ടു. കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഞാൻ യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നത്. പക്ഷേ അവൻ തുപ്പിയപ്പോൾ അത് വ്യക്തിപരമായ ഒരു ദേഷ്യത്തിലേക്ക് പോയി. അങ്ങനെ കലരുമോ എന്ന് ഞാൻ ഭയപ്പെട്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ അവനെ വെറുതെ വിട്ടത്. ഇതാണ് ആത്മനിയന്ത്രണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദേഷ്യത്തെ കുറക്കാൻ നമുക്ക് ധാരാളം ആത്മീയമായിട്ടുള്ള ചികിത്സകളുണ്ട്. സ്ഥിരമായിട്ട് നമസ്കരിക്കാം, വിശുദ്ധമായ ഖുർആൻ പാരായണം, ദിക്റുകൾ ചെല്ലാം, അതേപോലെ തന്നെ ഉറക്കം അത് പരമാവധി നല്ല രൂപത്തിൽ കൊണ്ടു നടക്കണം. ഉറക്കം കുറക്കാതിരിക്കാം എന്നർത്ഥം. വിശന്നിരിക്കുമ്പോൾ വലിയ വലിയ ചർച്ചകളും സംസാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഭക്ഷണം കഴിക്കണം. ഉടൻ മറുപടി പറയുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ, അതൊക്കെ നിർത്തിവെക്കണം. ഉടൻ മറുപടി പറയുന്ന സ്വഭാവം അത് ശരിയല്ല. മാത്രമല്ല, ഇപ്പോൾ ഞാൻ പറയുന്നത് നാളെ ഖേദിക്കുമോ എന്നൊന്നു ഇരുന്ന് ചിന്തിക്കണം. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം. മാത്രമല്ല, മറ്റുള്ളവരുടെ മുറിവിനെ സംബന്ധിച്ച് ചിന്തിക്കണം. മറ്റുള്ളവരെ വഞ്ചിക്കുക, മറ്റുള്ളവരെ അപമാനപ്പെടുത്തുക, അവഗണിക്കുക, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ നമ്മൾ ദൂരെയാക്കുക, വേദനിപ്പിക്കുക, ഇതൊക്കെ തന്നെയല്ലേ ദേഷ്യം പിടിക്കുന്ന സമയത്ത് നടക്കുന്നത്? അതുകൊണ്ട് തന്നെ ദേഷ്യം പിടിക്കുമ്പോൾ ഇതൊക്കെ ആലോചിക്കണം. മറ്റുള്ളവരെ അപമാനിക്കണം. നമ്മൾ ആ സ്ഥാനത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ മാനസാന്തരങ്ങൾ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് ആലോചിക്കുക. ക്ഷമിച്ചാലോ? നമ്മൾ ക്ഷമിച്ചാൽ തെറ്റ് ന്യായീകരിക്കലാവില്ലല്ലോ. വീണ്ടും അതേ വിഷയത്തിൽ വീഴുകയില്ല, സ്വയം തരം താഴ്ന്നു പോവുകയില്ല. അതുകൊണ്ട് തന്നെ ക്ഷമ എന്നുള്ളത് എൻ്റെ ഹൃദയം എനിക്ക് പിടിച്ചു വെക്കാൻ കഴിയണം. എൻ്റെ ഹൃദയം കത്തിക്കരിഞ്ഞു പോകാൻ പാടില്ല. ദേഷ്യത്തിൽ എൻ്റെ ഹൃദയവും നല്ലവരുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകാൻ പാടില്ല.
അതല്ലേ വിശുദ്ധമായിട്ടുള്ള സൂറത്തു ശൂറയിൽ അല്ലാഹ് പറഞ്ഞത് വല്ല മൻ സബറ വഅഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ എന്ന് പറയുന്നുണ്ട്. ആരെങ്കിലും ക്ഷമിച്ചു, ആരെങ്കിലും മറ്റുള്ളവർക്ക് മാപ്പ് കൊടുത്തു, അതാണ് ഏറ്റവും ഹൃദയത്തിന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും കരുത്തുറ്റ കാര്യം. അതാണ് ആ കരുത്തുറ്റ കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതുകൊണ്ട് ദേശത്തെ ദിവസം തോറും നിയന്ത്രിച്ച് പരിശീലിപ്പിക്കണം. ഓരോ തവണയും പരമാവധി മിണ്ടാതിരിക്കാൻ തീരുമാനിക്കണം. പരമാവധി കടുത്ത വാക്കുകൾ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രതികാരം അള്ളാഹുവിന് വേണ്ടി വിടണം. ക്ഷമിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ നമ്മുടെ ഹൃദയം കൂടുതൽ ശക്തമാക്കാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല കോപമൊക്കെ ക്ഷമിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളുടെ ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.